നിയമഭേദഗതി പ്രകാരം കേസെടുക്കുന്നത് പഠിക്കാൻ പോലീസിന് പുറമെ നിയമവിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി പ്രത്യേക സമിതി രൂപീകരിച്ചേക്കുമെന്നാണ് സൂചന. നിയമഭേദഗതിക്കെതിരെ UDFന്റെ പ്രതിഷേധ സമരം അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. വിവരങ്ങളുമായി VS അനു ചേരുന്നു. ഇതാണ് UDFന്റെ പ്രതിഷേധ സമരം എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റിലേക്കാണ് UDF നേതാക്കൾ പ്രതിഷേധ സമരം നടത്തുന്നത്. ഇത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്കാണ് പ്രതിപക്ഷ നേതാക്കളുടെ ഈ പ്രതിഷേധ പ്രകടനം എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. VS ശിവകുമാർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉണ്ട്. KPCC അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ മുൻ അധ്യക്ഷൻ MM ഹസൻ എന്നിവരെല്ലാവരും തന്നെ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നു. VS അനു ആണ് ചേരുന്നത്. അനു, ആദ്യം ഈ പ്രകടനം, പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം, അതിൽ നിന്ന് തുടങ്ങാം. എന്താണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം? എന്താണ് ഈ പ്രതിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുരേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ കേരള പോലീസ് ഭേദഗതി ആക്ട് അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മാത്രമല്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തന്നെ ഹനിക്കുന്നതാണ് എന്നുള്ളതാണ് UDF നേതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കൂടാതെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, UDF കൺവീനർ MM ഹസൻ, VS ശിവകുമാർ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഇപ്പോൾ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. അതിനുശേഷം അവിടെ RSP നേരത്തെ തന്നെ ഒരു മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. അവിടെ ഈ പുതിയ ഭേദഗതിയുടെ വിജ്ഞാപനം കത്തിക്കും എന്നുള്ളതാണ് RSPയുടെ നിലപാട്. ഏതായിരുന്നാലും ഈ പോലീസ് ഭേദഗതി ആക്ടിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ BJP അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതരിലേക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ വരുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയായിട്ട് വേണം ഇതിനെ കാണാൻ എന്നാണ്. അതാണ് അനു, കാരണം ഈ പ്രതിഷേധം ഇങ്ങനെ നടക്കുന്നു. ഇതാണ് അനു തുടരുക. അനു ഇപ്പോൾ കാണാം നേതാക്കൾക്കൊപ്പം അനു ആ പ്രതിഷേധത്തിൽ ഒപ്പമുണ്ട്. ഇതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രതിഷേധം നടക്കുമ്പോൾ, പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ആലോചന? പ്രത്യേകിച്ച് CPI, ഭരണകക്ഷിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി CPIയുടെ വിയോജിപ്പ്, അവരുടെ മുഖപത്രം എഴുതിയിട്ടുള്ള എഡിറ്റോറിയൽ, CPM കേന്ദ്ര നേതൃത്വത്തിൻ്റെ ട്വിറ്ററിലൂടെയുള്ള പ്രതികരണം, ആവശ്യമെങ്കിൽ അത് പുനഃപരിശോധിക്കണമെന്നുള്ള നിലപാട്, D രാജയുടെ അഭിപ്രായം. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ എന്താണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്? സുരേഷ്, ഏറ്റവും പ്രധാനമായും ഇന്നലെ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞതുപോലെ ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ആവശ്യമില്ല. പക്ഷേ പൊതുസമൂഹത്തിൽ നിന്ന് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ ആ സമയത്ത് അത് ചർച്ച ചെയ്യാം എന്നുള്ളതായിരുന്നു CPM PB മെമ്പറുടെ പ്രതികരണം. മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറക്കിയ വാർത്താക്കുറിപ്പിലും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വന്നാൽ അതിന് അനുകൂലമായി പ്രതികരിക്കുമെന്ന് അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകാരമാണെങ്കിൽ ഇപ്പോൾ ഈ കേസിൽ, അതായത് ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയോ സംഘടനയ്ക്കെതിരെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാനറിൽ ഒരു പോസ്റ്റർ എഴുതിയാൽ പോലും അവർക്കെതിരെ അവരെ പ്രതികളാക്കിക്കൊണ്ട് പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഇന്നലെ DGP ലോക്നാഥ് ബെഹ്റ ഇന്നലെ വൈകിട്ട് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP, അതായത് ഈ വരുന്ന പരാതിയിൽ നിയമ നടപടി എടുക്കണോ, ഏതൊക്കെ തരത്തിലുള്ള നിയമ നടപടി എടുക്കണം എന്ന കാര്യം തീരുമാനിക്കാൻ ഒരു SOP തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ നമുക്ക് DGPയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ നിയമവിദഗ്ധരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീമിനെ ഇതിനു വേണ്ടി നിയോഗിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടായാൽ ആ പരാതി ഈ സംഘമായിരിക്കും ആദ്യം പരിശോധിക്കുക. അതിനുശേഷമായിരിക്കും എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനം, ആ വിജ്ഞാപനത്തിൽ അല്ലെങ്കിൽ ഈ വന്നിട്ടുള്ള പുതിയ നിയമത്തിൽ, ഭേദഗതിയിൽ അതിലൊരു മാറ്റം വരുത്തില്ല. മറിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പരാതികൾ ഉയർന്നാൽ അപ്പോൾ അതിനെ ആ വിധത്തിൽ നേരിടുക, നിലവിൽ ഇത് നടപ്പാക്കുക, ആ രീതിയിലാണോ സർക്കാർ മുന്നോട്ട് പോകുന്നത്? സുരേഷ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകാരമാണെങ്കിൽ CPM PBയിലടക്കം ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം സുപ്രീം കോടതി അമെൻമെന്റ് ചെയ്താൽ, സുപ്രീം കോടതി റദ്ദാക്കിയ ഒരു നിയമം ഒന്ന് തുടരുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായി പോലീസ് ആക്ട് 118A വകുപ്പിൽ പുതിയതായി കൂട്ടിച്ചേർത്ത ആ ഭേദഗതി